ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ AMPPC നടത്തി വരുന്ന ദൈവദിന പ്രഭാഷണ പരമ്പരയുടെ സന്ധിപ്പാനായി ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ദൈവം നമ്മുടെ സ്നേഹപിതാവ് എന്ന വിഷയത്തിലുള്ള ബന്ധത്തിൽ അതിന് 24ാമത്തെ എപ്പിസോഡിൽ കടന്നു വരുവാനായി കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 23 എപ്പിസോഡുകളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. തീരുമാനങ്ങൾക്കും സമർപ്പണത്തിനും അത് കാരണമായി തീർന്നതിലേക്ക് നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തുടർന്നും ഈ മിനിസ്ട്രിയോട് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരോട് ഈ സന്ദേശം കേൾക്കുവാനായി നിങ്ങളവരെ ക്ഷണിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങളാൽ ആവോളം ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരിൽ എത്തുവാനായി ഷെയർ ചെയ്യുവാൻ നിങ്ങൾ സ്നേഹബുദ്ധിയെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 24ാമത്തെ എപ്പിസോഡിൽ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനതോടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരുകിലേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. സ്നേഹവനായ പിതാവ് തന്റെ കുഞ്ഞുങ്ങളെ നോക്കി, മക്കളെ നോക്കി പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഇന്നത്തെ ലോകം ഭയം സമ്മാനിക്കുന്ന ലോകമാണ്. ഒരു നിലയ്ക്കും ആശ്വാസം കൈവരിക്കുവാൻ കഴിയാതെ കണ്ട് പ്രശ്നസങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. കുഞ്ഞുമക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെ ഉള്ളിൽ ഭയം അവർ തിരികെ വരുന്നത് വരെ. വീട്ടിൽ നിന്ന് പുറത്തുപോയ കുഞ്ഞുങ്ങൾ ജോലിക്കായാലും വിദ്യാഭ്യാസത്തിനായാലും അവർ തിരികെ വരുന്നവരെ വീട്ടിൽ കാത്തിരിക്കുന്നവരുടെ ഉള്ളിൽ ഭയമാണ്. നാളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയമാണ്. എന്തിനേറെ പറയുന്നു, കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഓർത്താലും ഭയമാ, കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ഓർത്താൽ ഭയമാ, ശ്വസിക്കുന്ന വായുവിനെ കുറിച്ച് ഓർത്താലും ഭയമാ. കാരണം എല്ലാം വിഷലിപ്തമായിരിക്കുകയാണ്. അന്തരീക്ഷ മലിനീകരണത്തിലൂടെ വായു മലിനീകരിക്കപ്പെടുന്നു. ജീവവായു പോലും മലിനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. കഴിക്കുന്ന ഭക്ഷണം വിഷമയമാണ്. അത് കഴിക്കുന്നതും പേടിയാണ്. കുടിക്കുന്ന വെള്ളം നമുക്കറിയാം. വരൾച്ച വളരെ ശക്തിയോടെ മുന്നേറിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വരൾച്ച ഉണ്ടാകും, ജലക്ഷാമം ഉണ്ടെന്ന് കേട്ടു. പക്ഷെ കേരളത്തിൽ നമുക്ക് അത്രേ വലിയ കാഠിന്യത്തോടെ ഇതുവരെ അനുഭവപ്പെട്ടില്ല. എന്നാൽ ഇപ്പോൾ ചില വർഷങ്ങളായി നമ്മളും അതിനെ കാഠിന്യം അനുഭവിക്കുകയാണ്. ഓരോ കൊല്ലം കഴിയുന്തോറും മഴകൾ കുറഞ്ഞു വരുന്നു. ജലദൗർലഭ്യം ഏറി വരുന്നു. വരൾച്ച അതിന്റെ അത്യുച്ചകൂടിലേക്ക് പാഞ്ഞു കയറുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കാലങ്ങളെ ജീവിച്ചു പോകുമ്പോൾ എന്തിനും ഏതിനും ഭയപ്പെടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ ജീവിത സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെട്ടിരിക്കുന്ന മനുഷ്യനോട് ഈ സ്നേഹവാനായ പിതാവിന്റെ ഒരു സന്ദേശമാണ്: ഭയപ്പെടേണ്ട. ഫിയർ നോട്ട്. ഭയപ്പെടേണ്ട. ഒരുപക്ഷെ സന്ദേശങ്ങൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഞാൻ എങ്ങനെ ഭയപ്പെടാതെ ജീവിക്കും? എൻ്റെ ജീവിതത്തിൽ നിലട്ടുന്ന വിഷയങ്ങൾ അത്രമാത്രം ഗൗരവമുള്ളതാണ്. ഈ നില തുടർന്നു പോയാൽ ഇത് എവിടെ എത്തിച്ചെല്ലുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. നാശത്തിന്റെ ഗർത്തത്തിലേക്ക് ഞങ്ങൾ പതിക്കുവാറായി എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവം പറയുകയാണ്: കുഞ്ഞേ, നീ ഈ വിപത്തിനെ ഓർത്ത് ഭയപ്പെടേണ്ട. ഈ മാരക രോഗത്തെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. ഈ കടഭാരത്തെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. നിന്റെ പ്രൊമോഷനെ ഓർത്ത് നീ ഭയപ്പെടേണ്ട.
നിന്റെ തലമുറയെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. നിന്റെ ജീവിതത്തിലെ സ്വസ്ഥ കളയുന്ന ഒരു വിഷയത്തെ കുറിച്ച് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഈ സ്നേഹനായ പിതാവ് നിന്നോട് ഈ സമയം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ആദി മൂത്ത് വ്യാധി ആയ അവസ്ഥയിലായിരിക്കരുത്. അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. ഭയപ്പെടേണ്ട. ഈ നില തുടർന്നു പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ചിന്തിച്ചിട്ട് എത്തും പിടിയും കിട്ടാതെ ലഹരിയിൽ അഭയങ്കെടുത്ത വ്യക്തികൾ ചിലരുണ്ട്. സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടെ സുഹൃത്തെ, ലഹരി നശിപ്പിക്കുന്നതാണ്. നിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കും, സമ്പത്തിനെ നശിപ്പിക്കും, കുടുംബത്തെ നശിപ്പിക്കും, തലമുറയെ നശിപ്പിക്കും. സമൂഹത്തിൽ നിനക്കുള്ള നല്ല പേരുകൾ നഷ്ടപ്പെട്ടു വന്നാല് ലഹരി ഉപേക്ഷിക്കുവാനായി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ചിലർ പറയും ഞങ്ങൾക്ക് ഇത് ഉപേക്ഷിക്കുവാൻ താല്പര്യമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഒരു രസത്തിന് ആരംഭിച്ചതാ, പക്ഷെ അത് വിട്ടുപിരിയാൻ കഴിയുന്നില്ല. പേടിക്കണ്ട, ദൈവം നിന്നെ സഹായിക്കും. ഞാനിട്ടെന്ന ഏതൊരു വിഷയമാകട്ടെ, ആ വിഷയത്തിലുള്ള ബന്ധത്തില് ദൈവം പറഞ്ഞ കാര്യം ഭയപ്പെടേണ്ട. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, നീ ദൈവത്തെ അനുഗമിക്കുന്നെങ്കിൽ, നീ ദൈവത്തെ അനുസരിക്കുന്നെങ്കിൽ അവൻ നിശ്ചയമായി അതിനെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യും. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും മേല് വിടുതൽ നൽകുവാൻ, ആശ്വാസം നൽകുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. കാരണം ചെറിയ കുരികിൽ പക്ഷിയെ വളരെ വില കുറഞ്ഞ നിലകളിൽ വാങ്ങുവാൻ കഴിയും. അവയെ പോലും ദൈവം വളരെ മനോഹരമായി പരിപാലിക്കും. എന്നിട്ട് വചനം പറയുന്നു, ആ കുരുകിലുകളെക്കാൾ, ആ ചെറു പറവയേക്കാൾ, ആ ചെറു കിളിയേക്കാൾ ഒക്കെ നിങ്ങൾ വളരെ മൂല്യമുള്ളവരാണ്. ആര്? ഒരു മനുഷ്യൻ വളരെ മൂല്യമുള്ളവരാണ്. എന്താ മനുഷ്യന്റെ മൂല്യം? മനുഷ്യനിൽ കുടികൊള്ളുന്ന ഒരാത്മാവിന്റെ വില എന്നുള്ളത് ഈ ലോകത്തുള്ള സകല വസ്തുവകകളെക്കാളും സകല നിക്ഷേപങ്ങളെക്കാളും മൂല്യമുണ്ട് മനുഷ്യനിൽ കുടികൊള്ളുന്ന ഒരാത്മാവ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ഭൂമിയിൽ ഇങ്ങനെ പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ നേടിയതിനേക്കാൾ, നിങ്ങൾക്ക് നേടുവാൻ കഴിയുന്നതിനേക്കാളൊക്കെ വിലയുള്ള ഒരു ആത്മാവുണ്ട്. അതിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്തത് ശാന്തമായി ഈ സന്ദർശനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആത്മരക്ഷ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ആത്മരക്ഷ സ്വന്തമാക്കുക എന്നുള്ളതാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ ഒരു വലിയ കാര്യം. ദൈവിക പദ്ധതി മനസ്സിലാക്കി, ദൈവിക ഉദ്ദേശം മനസ്സിലാക്കി, ദൈവ സ്നേഹം മനസ്സിലാക്കി, ദൈവത്തോട് അടുത്ത് ജീവിച്ചുകൊണ്ട് ദൈവത്താൽ ലഭ്യമാകുന്ന സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രാപിപ്പാൻ സർവോപരി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഒരുക്കുന്ന പാപക്ഷമയും കൈവരിക്കുവാൻ ഇത് നിങ്ങൾ സഹായിക്കുന്നുണ്ടാകട്ടെ. മനുഷ്യൻ പാപിയാണ്, പാപത്തിന് ശിക്ഷയുണ്ട്, സ്വയമായ രക്ഷ സാധ്യമല്ല. രക്ഷിപ്പാൻ യേശു നമുക്ക് വേണ്ടി മരിച്ചു. അത് വിശ്വസിച്ചാൽ ആത്മരക്ഷ കരസ്ഥമാക്കാൻ കഴിയും. അങ്ങനെ ആത്മരക്ഷ കരസ്ഥമാക്കി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എവർക്കും ദൈവമക്കളെ തീരുവാൻ അധികാരം കൊടുത്തിരിക്കുകയുണ്ട്. നിങ്ങൾ ദൈവമക്കളെ തീരുമ്പോൾ ദൈവം പറയുക, ജീവിതത്തിൽ നിലട്ടുന്ന ഏതൊരു വിഷയമായാലും ഭയപ്പെടേണ്ട. ഒരു കുരുകിലിനെ ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നെങ്കിൽ അവയേക്കാൾ വിലയുള്ള നിന്നെ ഞാൻ സ്നേഹിക്കാതിരിക്കുമെന്ന് ദൈവം. കുഞ്ഞെ, നിന്നെ കരുതുന്ന ദൈവമുണ്ട്, സ്നേഹിക്കുന്ന ദൈവമുണ്ട്, ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്, വിടുവിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. നിനക്ക് ആരുമില്ലാത്ത കരയേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് നിന്റെ കണ്ണുനീരൊപ്പം കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവനിൽ ആശ്രയിക്ക്, അവൻ നിന്നെ സഹായിക്കും. യഥാർത്ഥമായും ദൈവത്തിൽ ആശ്രയിച്ച് ഒരു സമാധാനവും സന്തോഷവും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെങ്കിലേ ദയവായി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ സന്ദർശനം കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബത്തിന്റെ ആവശ്യങ്ങളെല്ലാം കർത്താവ് കരുണ കാണിക്കുന്നു. സ്നേഹവാനായ പിതാവ് അവരോട് ഭയപ്പെടേണ്ടെന്ന് പറയണമേ. കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു വിവിധ വിഷയങ്ങളുമായി ഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിനെ കേൾപ്പിച്ച നല്ല ആശ്വാസ ശബ്ദത്തിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇവരെ അനുഗ്രഹിക്കുമ്പോഴാണ് തന്ന അധികാരത്താൽ ഈ സമൂഹത്തെ അടിയൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹിച്ചുമാണ് സമാധാനവും സന്തോഷവും ഐശ്വര്യം അഭിവൃദ്ധിയും പ്രാപിക്കാൻ സഹായിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ഓരോ പ്രതിസന്ധികളെയും അവർ ഭയപ്പെടുന്ന ഓരോ പ്രശ്നങ്ങളും മേലും യേശു നാമത്തിൽ പൂർണ്ണ വിടുതലുണ്ടാകട്ടെ. കർത്താവേ, അനുഭവിക്കുന്ന കൃപയ്ക്കായി യേശു നാമത്തിൽ ക്ഷമയോടെ ഈ സന്ദർശനത്തിൽ വെച്ച് നന്ദി പറയുന്നു. ഇത് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ സന്ദേശം കുറിച്ച് പറയുക, മിനിസ്റ്ററെ കുറിച്ച് പറയുക, ഈ സന്ദേശം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. മാത്രമല്ല യൂട്യൂബിൽ
AIPPC ചാനൽ മെസ്സേജ് ഓഫ് ഗോഡ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾ യൂട്യൂബിൽ സന്ദേശങ്ങൾ കേൾക്കാൻ കഴിയും. AIPPC വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് സന്ദേശങ്ങൾ ലഭ്യമായി തീരും. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ പറയാം: 75 10 320 645. ഒന്നുകൂടെ പറയാം: 75 10 320 645. നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങളുടെ വിടുതലിലൂടെ പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 620 645. 94 46 620 645. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.